വിശ്വസിക്കുന്നു. നോക്കൂ, എത്രാമത്തെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ 73 കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞു ആമുഖത്തെ ഭേദഗതി ചെയ്യാം എന്ന് പറഞ്ഞു. കാരണം ഇത് ഭരണഘടനയുടെ ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പോ ആമുഖത്തെ ഭേദഗതി ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ആമുഖത്തെ ഭേദഗതി ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ആമുഖത്തെ ഭേദഗതി ചെയ്തത്? 42ാമത് ഭരണഘടനാ ഭേദഗതി 1976. അപ്പൊ ആമുഖത്തെ എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തു? ഒരു പ്രാവശ്യം ഭേദഗതി ചെയ്തു. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി 1976. ആമുഖത്തെ എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തു? ഒരു പ്രാവശ്യം ഭേദഗതി ചെയ്തു. ഏത് ഭേദഗതി? 42ാമത് ഭരണഘടനാ ഭേദഗതി. ഏത് വർഷം? 1976. അപ്പോ ആമുഖത്തെ എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തു? ഒരു പ്രാവശ്യം ഭേദഗതി ചെയ്തു. എത്രാമത്തെ ഭേദഗതി? 42ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഏത് വർഷം? 1976. ഏത് ഗവൺമെന്റ്? ഇന്ദിരാഗാന്ധി ഗവൺമെന്റ്. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ആമുഖത്തെ ഭേദഗതി ചെയ്തത്? 42ാമത് ഭരണഘടനാ ഭേദഗതി. വർഷം 1976. ഈ ഭേദഗതി കൊണ്ടുവന്ന ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ്. എഴുതിയല്ലോ? എഴുതിയില്ലേ? അപ്പോ ആമുഖത്തെ എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തു? ഒരു പ്രാവശ്യം ആമുഖത്തെ ഭേദഗതി ചെയ്തു. എത്രാമത്തെ ഭേദഗതി? 42ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഏത് വർഷമാണ് ഭേദഗതി ചെയ്തത്? 1976. ഏത് ഗവൺമെന്റാ ഭേദഗതി ചെയ്തേ? ഇന്ദിരാഗാന്ധി ഗവൺമെന്റാ ഭേദഗതി ചെയ്തേ. നോക്കൂ, ഈ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതെല്ലാം? ഈ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതെല്ലാം? ഈ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ 3 വാക്കുകൾ. ഏതൊക്കെയാ? 3 വാക്ക് കൂട്ടിച്ചേർത്തു. ഏതൊക്കെയാ? ഒന്ന് സോഷ്യലിസം. സോഷ്യലിസത്തിന്റെ മലയാളം സ്ഥിതി സമത്വം. ഒന്ന് സോഷ്യലിസം. സോഷ്യലിസത്തിന്റെ മലയാളം സ്ഥിതി സമത്വം. 2 എന്താണ്? ഒന്ന് സോഷ്യലിസം. ഏതാണ്? സ്ഥിതി സമത്വം. 2 ഇതിനകത്ത് കണ്ടില്ല, സെക്കുലാരിസം, മതേതരത്വം. നിങ്ങൾ കണ്ടായിരുന്നോ? സെക്കുലാരിസം, മതേതരത്വം. രണ്ടാമത്തെ വേർഡ് സെക്കുലാരിസം, മതേതരത്വം. രണ്ടാമത്തെ വേർഡ് സെക്കുലാരിസം, മതേതരത്വം. മൂന്നാമത്തെ വേർഡ് ഇന്റഗ്രിറ്റി, അഖണ്ഡത. മൂന്നാമത്തെ വേർഡ് ഇന്റഗ്രിറ്റി, അഖണ്ഡത. ഒന്നാമത്തെ വേർഡ് സോഷ്യലിസം, സ്ഥിതി സമത്വം. 2 ഇന്റഗ്രിറ്റി, അഖണ്ഡത. 3 സെക്കുലാരിസം, മതേതരത്വം. ഒന്നുകൂടി, 1 സോഷ്യലിസം, സ്ഥിതി സമത്വം. 2 സെക്കുലാരിസം, മതേതരത്വം. 3 ഇന്റഗ്രിറ്റി, അഖണ്ഡത. ഒന്നുകൂടി പറയുന്നു. ആമുഖം എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തു? ഒരു പ്രാവശ്യം. ഏത് ഭേദഗതി? 42. ഏത് വർഷം? 76. ഏത് ഗവൺമെന്റ്? ഇന്ദിരാഗാന്ധി ഗവൺമെന്റ്. എത്ര വേർഡ്സ് കൂട്ടിച്ചേർത്തു? 3 എണ്ണം. ഏതൊക്കെയാണ്? സോഷ്യലിസം, അതിന്റെ മലയാളം എന്താ? സ്ഥിതി സമത്വം. രണ്ടാമത്തതോ സെക്കുലാരിസം, അതിന്റെ മലയാളം എന്താ? മതേതരത്വം. മൂന്നാമത്തത് ഇന്റഗ്രിറ്റി, അതിന്റെ മലയാളം എന്താ? അഖണ്ഡത. നോക്കൂ, അതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഐക്യം എന്ന പദത്തെ ഐക്യവും അഖണ്ഡതയും എന്ന് മാറ്റി എഴുതിയത് ഈ ഭേദഗതിയിലൂടെയാണ്. ഐക്യം എന്ന പദത്തെ ഐക്യവും അഖണ്ഡതയും എന്ന് മാറ്റി എഴുതിയത് ഈ ഭേദഗതിയിലൂടെയാണ്. അത് കൂടിച്ചേർത്ത് എഴുതിക്കൊള്ളണേ. ഐക്യം എന്ന പദത്തെ ഐക്യവും അഖണ്ഡതയും എന്ന് മാറ്റി എഴുതിയത് ഈ ഭേദഗതിയിലൂടെയാണ്. ഐക്യം എന്ന പദത്തെ ഐക്യവും അഖണ്ഡതയും എന്ന് എഴുതിയത് ഈ ഭേദഗതിയിലൂടെയാണ്. ഐക്യം എന്ന പദത്തെ ഐക്യവും അഖണ്ഡതയും എന്ന് മാറ്റി എഴുതിയത് ഈ ഭേദഗതിയിലൂടെയാണ്. ഇനി നോക്കൂ, നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് നോക്കാം. നോക്കൂ, ഒന്നാമത്തെ സ്ലൈഡ് നോക്കി നോക്കേ. നോക്കൂ, ഈ സ്ലൈഡ് നോക്കി നോക്കൂ. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി,
ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും. നോക്കൂ, ഇത് നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നത് വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും ഉറപ്പുവരുത്തുന്നത് എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അഖണ്ഡത ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ മാത്രം ഉണ്ടായിരുന്നത്. വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എന്നായിരുന്നു. ഈ ഭേദഗതിക്ക് ശേഷം ഇതെങ്ങനെയായി മാറി? വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം. കണ്ടോ? അപ്പൊ ഐക്യം, അഖണ്ഡത. അപ്പൊ ഈ ഭേദഗതിയിലൂടെ ഐക്യത്തെ എന്താക്കി മാറ്റി? ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. അപ്പൊ അല്പം കൂടി ദൃഢത കൊടുത്തു. എന്താണ്? ഒരു 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 വിശ്വാസം കൊടുത്തു. അതിനകത്ത് അല്പം കൂടി നല്ല ഇത് കൊടുത്തു, അല്ലെ, ഇന്റൻസിറ്റി കൊടുത്തു. അപ്പോ ആ ഐക്യവും അഖണ്ഡതയും കൂട്ടി ചേർത്തു. വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും. നേരത്തെ ഐക്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അഖണ്ഡത ഉണ്ടായിരുന്നില്ല. ഇനി നോക്കൂ, വേറൊരു വേർഡ് നമ്മൾ അടുത്ത സ്ലൈഡിലൂടെ പഠിച്ചിട്ട് നമുക്ക് വരാം. അപ്പൊ ആ സംശയം തീർന്നിട്ടുണ്ടാവും. ആദ്യം പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, ഭേദഗതിക്ക് മുൻപ് ഇങ്ങനെയാണ്: വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം. ഭേദഗതി കഴിഞ്ഞപ്പോ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എന്നായി മാറി. മനസ്സിലായല്ലോ? ഇനി നോക്കൂ, തിരിച്ച് നമുക്ക് നമ്മളെ സ്ലൈഡിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞത് ഇതാ പറഞ്ഞേ. അപ്പോ ആമുഖത്തെ എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തു? ഒരു പ്രാവശ്യം. ഏത് ഭേദഗതി? 42. ഏത് വർഷം? 1976. ഏത് ഗവൺമെന്റ്? ഇന്ദിരാഗാന്ധി. എത്ര വാക്കുകൾ കൂട്ടിച്ചേർത്തു? 3 എണ്ണം. ഏതൊക്കെയാണ്? സോഷ്യലിസം, അതിന്റെ മലയാളം എന്താ? സ്ഥിതി സമത്വം. രണ്ടാമത്തെ ഏതാ? സെക്യുലാരിസം, അതിന്റെ മലയാളം എന്താ? മതേതരത്വം. മൂന്നാമത്തെ ഏതാ? ഇന്റഗ്രിറ്റി, അതിന്റെ മലയാളം എന്താ? അഖണ്ഡത. ഇനി ഈ ഭേദഗതിയിലൂടെ ഐക്യത്തെ എങ്ങനെ മാറ്റി എഴുതി? ഐക്യം എന്ന പദത്തെ ഐക്യവും അഖണ്ഡതയും എന്ന് എഴുതിയത് ഈ ഭേദഗതിയിലൂടെയാണ്. ഇനി ശ്രദ്ധിക്കൂ, നോക്കൂ. അടുത്തത് ശ്രദ്ധിക്കുക. ഭേദഗതിക്ക് മുൻപ് ആമുഖത്തിൽ ഇന്ത്യയെ എങ്ങനെയുള്ള രാജ്യമെന്നാണ് പരാമർശിച്ചിരുന്നത്? ഭേദഗതിക്ക് മുൻപ് ആമുഖത്തിൽ ഇന്ത്യയെ എങ്ങനെയുള്ള രാജ്യമെന്നാണ് പരാമർശിച്ചിരുന്നത്? ക്വസ്റ്റ്യൻ ഇതാണ്. ഭേദഗതിക്ക് മുൻപ് ആമുഖത്തിൽ ഇന്ത്യയെ എങ്ങനെയുള്ള രാജ്യം എന്നാണ് പരാമർശിച്ചിരുന്നത്? ഭേദഗതിക്ക് മുൻപ് ആമുഖത്തിൽ ഇന്ത്യയെ പറഞ്ഞത് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അപ്പൊ ഭേദഗതിക്ക് മുൻപ് ആമുഖത്തിൽ ഇന്ത്യയെ എങ്ങനെയുള്ള രാജ്യമെന്നാണ് പരാമർശിച്ചിരുന്നത്? ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്ക്, അല്ലേ? ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്, സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഭേദഗതിക്ക് മുൻപ്. ഭേദഗതിക്ക് ശേഷം അല്ലെങ്കിൽ നിലവിൽ ആമുഖത്തിൽ ഇന്ത്യയെ എങ്ങനെയുള്ള രാജ്യമെന്നാണ് പ്രതിപാദിക്കുന്നത്? ഭേദഗതിക്ക് ശേഷം അല്ലെങ്കിൽ നിലവിൽ ആമുഖത്തെ ഇന്ത്യയെ എങ്ങനെയുള്ള രാജ്യമെന്നാണ് പ്രതിപാദിക്കുന്നത്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. പരമാധികാര സ്ഥിതി സമത്വ. സോഷ്യലിസ്റ്റ് എന്താണ്? സ്ഥിതി സമത്വം. പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. അപ്പൊ ഭേദഗതിക്ക് ശേഷം അല്ലെങ്കിൽ നിലവില് ആമുഖത്തിൽ ഇന്ത്യയെ എങ്ങനെയുള്ള രാജ്യമെന്നാണ് പരാമർശിച്ചിരിക്കുന്നത്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. അങ്ങനെയാണ് പറയുന്നത്. ഇനി നോക്കാം, എഴുതിയോ നിങ്ങള്? ഭേദഗതിക്ക് ശേഷം അല്ലെങ്കിൽ നിലവിൽ ആമുഖത്തെ ഇന്ത്യയെ എങ്ങനെയുള്ള രാജ്യമെന്നാണ് പ്രതിപാദിക്കുന്നത്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്, അല്ലേ? നോക്കൂ, ഇനി നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ വീണ്ടും പോവുകയാണ്. നോക്കൂ, ഇവിടെ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വം, അതാണ് നമ്മൾ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞത്, പരമാധികാര
സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും. നോക്കൂ, ഇവിടെ ഈ ഭേദഗതിക്ക് മുൻപ് ഇവിടെ എങ്ങനെയാ പറഞ്ഞേ? ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വം ഉണ്ടോ? ഇല്ല. മതനിരപേക്ഷത ഉണ്ടോ? ഇല്ല. പിന്നെ എന്തായിരുന്നു? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് പറഞ്ഞത്. ഭേദഗതി കഴിഞ്ഞപ്പോഴെന്തായി? പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി. മനസ്സിലായോ? അപ്പൊ ഈ സോഷ്യലിസം, സ്ഥിതി സമത്വം, മതേതരത്വം, സെക്കുലാരിസം നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവന്നു? എന്താണ്? ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്നു അല്ലെ? സോഷ്യലിസവും സെക്കുലാരിസവും അല്ലെ? ഫ്രാൻസിൽ നിന്നല്ല, സോഷ്യലിസം സെക്കുലാരിസം USSRൽ നിന്നാണ് കൊണ്ടുവന്നത്. സ്ഥിതി സമത്വവും എന്താണ്? സെക്കുലാരിസവും. അപ്പോ സ്ഥിതി സമത്വവും മതനിരപേക്ഷത, സ്ഥിതി സമത്വം മീൻസ് സോഷ്യലിസം, മതനിരപേക്ഷത മീൻസ് സെക്കുലാരിസം. അത് എവിടെ നിന്നാ കൊണ്ടുവന്നേ? USSRൽ നിന്നാ കൊണ്ടുവന്നത്. നമ്മൾ അടുത്ത സ്ലൈഡിൽ പഠിക്കും. അപ്പൊ സോഷ്യലിസം സെക്കുലാരിസം ഇന്ത്യ എവിടെ നിന്ന് കടമെടുത്തു? USSRൽ നിന്ന് കടമെടുത്തു. സോഷ്യലിസം സെക്കുലാരിസം ഇന്ത്യ എവിടെ നിന്ന് കടമെടുത്തു? USSRൽ നിന്ന് എടുത്തു അല്ലേ? സോഷ്യലിസം സെക്കുലാരിസം ഇന്ത്യ എവിടെ നിന്ന് കടമെടുത്തു? USSR. അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ. ഇവിടെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. ഈ വി ദ പീപ്പിൾ എന്ന കൺസെപ്റ്റ് എവിടെ നിന്നാ? USA നിന്നാണ് അല്ലേ? പിന്നെ വി ദ പീപ്പിൾ എന്ന കൺസെപ്റ്റ്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ളതല്ല, വി ദ പീപ്പിൾ. വി ദ പീപ്പിൾ എന്ന കൺസെപ്റ്റ് എവിടെ നിന്നാ? USA നിന്നാണ്. ഇനി അടുത്തത് പിന്നെ സോഷ്യലിസം സെക്കുലാരിസം എവിടെ നിന്നാ? USSRൽ നിന്നാ. റിപ്പബ്ലിക് എവിടെ നിന്നാ? ഫ്രാൻസിൽ നിന്നാ. ഇനി സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എവിടെ വന്നാ? ഫ്രാൻസിൽ നിന്നാ. കണ്ടോ? ഇതൊക്കെ നമ്മള് പിന്നെ നമ്മൾ കടമെടുത്തതാ. ജസ്റ്റിസ് വേണമെങ്കിൽ ഈക്വൽ ജസ്റ്റിസ് എന്ന് പറയുന്ന വേർഡ് USA നിന്നാണ് എടുത്തത്. ജസ്റ്റിസ് എന്ന് പറയുന്ന വേർഡ്, ഈക്വൽ ജസ്റ്റിസ്, തുല്യനീതി എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്ന് എടുത്തത്? USA നിന്ന്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതായത് വി ദ പീപ്പിൾ എന്ന കൺസെപ്റ്റ് USA നിന്നാണ്. വി ദ പീപ്പിൾ എന്ന കൺസെപ്റ്റ് USA നിന്നാണ്. ഇനി സ്ഥിതി സമത്വം മതനിരപേക്ഷത, സോഷ്യലിസം സെക്കുലാരിസം USSRൽ നിന്നാണ്. സോഷ്യലിസം സെക്കുലാരിസം USSRൽ നിന്നാണ്. ഈക്വൽ ജസ്റ്റിസ് എന്ന് പറയുന്ന വേർഡ് USAയിൽ നിന്നാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രാൻസിൽ നിന്നാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എവിടെ നിന്നാ? ഫ്രാൻസിൽ നിന്നാണ്. അപ്പൊ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എവിടെ നിന്നാ? ഫ്രാൻസിൽ നിന്നാണ് കടമെടുത്തത്. അപ്പൊ ശ്രദ്ധിക്കുക. ഒന്നുകൂടെ നമുക്ക് തിരിച്ച് നമ്മുടെ സ്ലൈഡിലേക്ക് പോകാം. ഇത് നിങ്ങളുടെ അറിവിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പൊ ശ്രദ്ധിക്കുക. ഭേദഗതിക്ക് മുൻപ് ആമുഖത്തിൽ ഇന്ത്യ എങ്ങനെയുള്ള രാജ്യമെന്നാണ് പരാമർശിക്കുന്നത്? ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാ പറഞ്ഞേ. ഭേദഗതിക്ക് ശേഷം എങ്ങനെയായി? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായി മാറി അല്ലേ? അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം. ഇത്രയും സ്ലൈഡുകള് ശ്രദ്ധിക്കുക. ഇവിടെ ഒന്നാമത്തെ സ്ലൈഡിൽ പറഞ്ഞു ആമുഖത്തോടു കൂടി ഒരു ഭരണഘടന ആദ്യമായി നിലവിൽ വന്ന രാജ്യം USA. ആമുഖം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? USA. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖത്തിന്റെ അടിസ്ഥാനം ഏതാ? ലക്ഷ്യപ്രമേയം. അതെല്ലാം നമ്മൾ വിശദീകരിച്ച് പഠിച്ചു. നമുക്കറിയാം, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ആമുഖമായി മാറിയത്. ആ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13 നെഹ്റുവാണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് 1947 ജാനുവരി 22. അടുത്ത സ്ലൈഡ്. ആമുഖത്തിന്റെ പേജ് ചിത്രീകരിച്ചത് BR സിൻഹ. ഞാൻ അവിടെ വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവും നന്ദലാൽ ബോസ് ആണ്. ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. നവംബർ 26 പ്രത്യേകത ദേശീയ നിയമദിനമാണ്, ദേശീയ ഭരണഘടനാ ദിനമാണ്, ദേശീയ ക്ഷീര ദിനമാണ്. ഭരണഘടനാ ദിനമായി നവംബർ 26 ആചരിക്കാൻ തുടങ്ങിയത് 2015 മുതൽ. ദേശീയ ക്ഷീര ദിനമായി നവംബർ 26 ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനമാണ്.
അടുത്ത സ്ലൈഡ് നമ്മൾ നവംബറിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. നവംബർ 1 കേരള പിറവി ദിനമാണ്. നവംബർ 9 ദേശീയ നിയമസാക്ഷരതാ ദിനമാണ്. നവംബർ 10 ലോക ശാസ്ത്ര ദിനമാണ്. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമാണ്. നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷക ദിനവും ലോക ന്യൂമോണിയ ദിനവുമാണ്. നവംബർ 14 ദേശീയ ശിശുദിനമാണ്. ലോക പ്രമേഹ ദിനമാണ്. നവംബർ 16 അന്താരാഷ്ട്ര സഹിഷ്ണുതാ ദിനമാണ്. നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനമാണ്. നവംബർ 20 ആഗോള ശിശുദിനം. നവംബർ 21 ലോക ടെലിവിഷൻ ദിനം. നവംബർ 26 ദേശീയ ഭരണഘടനാ ദിനം. നവംബർ 30 ദേശീയ കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമാണ്. ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. ഈ വി ദ പീപ്പിൾ എന്ന കൺസെപ്റ്റ് നമ്മൾ എവിടെ നിന്ന് എടുത്ത്? USA നിന്നാണ്. ആമുഖത്തിലെ സുപ്രധാനമായ വാക്കുകളാണ് എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി. ജസ്റ്റിസ് നീതി, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ ആശയം നമ്മൾ കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ്. ഫ്രഞ്ച് റവല്യൂഷന്റെ ആപ്തവാക്യമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. ഫ്രഞ്ച് വിപ്ലവം 1789 ആണ്. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് 1789 ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ആമുഖം ഇന്ത്യൻ ഭരണഘടന ഭാഗമല്ല, ആയതിനാൽ ആമുഖത്തെ ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്ന സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട കേസ് 1960 ബെറുബാരി കേസാണ്. എന്നാൽ ആമുഖം ഇന്ത്യൻ ഭരണഘടന ഭാഗമാണ്, ആയതിനാൽ ആമുഖത്തെ ഭേദഗതി ചെയ്യാം എന്ന സുപ്രീം കോടതി വിധിക്ക് ആസ്പദമായ കേസ് 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. എന്നാൽ എത്ര പ്രാവശ്യം ആമുഖത്തെ ഭേദഗതി ചെയ്തു? ഒരു പ്രാവശ്യം ആമുഖത്തെ ഭേദഗതി ചെയ്തു. ഏത് ഭേദഗതി? 42ാമത് ഭേദഗതി. എന്നാണ് ഏത് വർഷം? 1976. ഏത് ഗവൺമെന്റ്? ഇന്ദിരാഗാന്ധി ഗവൺമെന്റ്. ഈ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ 3 ഏതൊക്കെയാണ്? സോഷ്യലിസം, സെക്കുലാരിസം, ഇന്റഗ്രിറ്റി. സോഷ്യലിസം മലയാളം സ്ഥിതിസമത്വം, സെക്കുലാരിസം മതേതരത്വം, ഇന്റഗ്രിറ്റി അഖണ്ഡത. അതിൽ സോഷ്യലിസം, സെക്കുലാരിസം കടമെടുത്തത് USSRൽ നിന്നാണ്. ഐക്യം എന്ന പദത്തെ ഐക്യവും അഖണ്ഡത എന്ന് മാറ്റി എഴുതിയത് ഈ ഭേദഗതിയിലൂടെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ഭേദഗതിക്ക് മുൻപ് ആമുഖത്തിൽ ഇന്ത്യയെ പരാമർശിച്ചത് എങ്ങനെയുള്ള രാജ്യമെന്നാണ്? ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ശേഷം എങ്ങനെയായി? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി. ഇനി പിന്നെ അതോടൊപ്പം തന്നെ ആമുഖത്തിന്റെ വിശേഷണങ്ങൾ നോക്കൂ. ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഏണസ്റ്റ് ബാർക്കർ ആണ്. ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവയാണ്. ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവയാണ്. ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവയാണ്. അപ്പൊ ഭരണഘടനയുടെ താക്കോൽ എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കർ, ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത് താക്കൂർ ദാസ് ഭാർഗവയാണ്. ഇനി ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ. ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവെന്നും താക്കോലെന്നും വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ് അതുപോലെ താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയാണ്. ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയാണ്. ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. അപ്പോ ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ, ഹൃദയവും ആത്മാവും താക്കൂർ ദാസ്, ആത്മാവും താക്കോലും നെഹ്റു, തിരിച്ചറിയൽ രേഖ പൽക്കിവാല, രാഷ്ട്രീയ ജാതകം KM മുൻഷി. ഒന്നുകൂടെ നോക്കാം. താക്കോല് ഏണസ്റ്റ് ബാർക്കർ,
ഹൃദയവും ആത്മാവും താക്കൂർദാസ്, ആത്മാവും താക്കോലും നെഹ്റു, തിരിച്ചറിയൽ കാർഡ് എന്നെ പൽക്കിവാല, രാഷ്ട്രീയ ജാതകം കെ മുൻഷി. ഒന്നുകൂടി, താക്കോൽ എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കർ, ഹൃദയവും ആത്മാവും താക്കൂർദാസ്, ആത്മാവും താക്കോലും നെഹ്റു, തിരിച്ചറിയൽ രേഖ പൽക്കിവാല, രാഷ്ട്രീയ ജാതകം കെ മുൻഷി. ഒന്നുകൂടി, ഭരണഘടന താക്കോൽ എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കർ, ഹൃദയവും ആത്മാവും താക്കൂർദാസ്, ആത്മാവും താക്കോലും നെഹ്റു, തിരിച്ചറിയൽ രേഖ പൽക്കിവാല, രാഷ്ട്രീയ ജാതകം കെ മുൻഷി. പഠിച്ചില്ലേ? ഓക്കെ, ഇനി നോക്കൂ. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973 ഒരു അഡീഷണൽ ഫാക്ടർ. ശ്രദ്ധിക്കുക, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973. നോക്കൂ, ഇന്ത്യ കണ്ട ഏറ്റവും ചരിത്രപരമായ പ്രാധാന്യമുള്ള കേസുകളിൽ ഒന്നാണ് കേശവാനന്ദ ഭാരതി കേസ്. നമ്മളെ ഇപ്പോഴത്തെ നമ്മുടെ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ലുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്ത ഒരു കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പൊ ഒന്നുകൂടി നോക്കാം. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973 ഇന്ത്യ കണ്ട ഏറ്റവും ചരിത്രപരമായ പ്രാധാന്യമുള്ള കേസുകളിൽ ഒന്നാണ് കേശവാനന്ദ ഭാരതി കേസ്. ഇനി എന്താണ് 1971 നമ്മുടെ ഈ കേശവാനന്ദ ഭാരതി എന്താണ് മഠാധിപതിയായിട്ടുള്ള, അദ്ദേഹം ഒരു സന്യാസിയാണ്. അദ്ദേഹത്തിന്റെ അധീനതയിലുള്ള ഒരു എന്താണ് പ്രദേശത്തെ സംബന്ധിച്ച് ഈ നിയമം അദ്ദേഹത്തിന്റെ അധീനതയിലുള്ള പ്രദേശത്തിന്റെ ഭൂവുടമസ്ഥ അവകാശത്തെ സംബന്ധിച്ച് തർക്കം ഉടലെടുക്കുന്നതിന് കാരണമായി. അപ്പോൾ 1971 കേരള സർക്കാർ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമത്തിനെതിരെ കാസർഗോഡിന് സമീപമുള്ള, നിങ്ങളുടെ സ്വന്തം സ്ഥലമാണ്, എടനീർ മഠത്തിന്റെ അധിപതി സ്വാമി കേശവാനന്ദ ഭാരതി സുപ്രീം കോടതിയെ സമീപിച്ചു. അതങ്ങനെ തന്നെ എഴുതിയെടുക്കുക. 1971 കേരള സർക്കാർ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമത്തിനെതിരെ കാസർഗോഡിന് സമീപമുള്ള എടനീർ മഠത്തിന്റെ അധിപതി സ്വാമി കേശവാനന്ദ ഭാരതി സുപ്രീം കോടതിയെ സമീപിച്ചു. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഇന്ത്യ കണ്ട ഏറ്റവും ചരിത്രപരമായ പ്രാധാന്യമുള്ള കേസുകളിൽ ഒന്നാണ് കേശവാനന്ദ ഭാരതി കേസ്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് 1971. അപ്പോ ഈ കേശവാനന്ദ ഭാരതി ഏത് നിയമത്തിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചതെന്ന് ചോദിച്ചാൽ 1971 കേരള സർക്കാരിന്റെ ഭൂപരിഷ്കരണ നിയമത്തിനെതിരെ. 1971 കേരള സർക്കാർ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമത്തിനെതിരെ കാസർഗോഡിന് സമീപമുള്ള എടനീർ മഠത്തിന്റെ അധിപതി സ്വാമി കേശവാനന്ദ ഭാരതി സുപ്രീം കോടതിയെ സമീപിച്ചു. അടുത്ത പോയിന്റ് ആണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ്, അണ്ടർലൈൻ ചെയ്ത് ഇടണം. മൗലിക അവകാശ നിയമ ഭേദഗതിക്കെതിരെ പരമോന്നത കോടതിയിലെ ആദ്യ ഹർജിക്കാരനാരാണ്? കേശവാനന്ദ ഭാരതി. മൗലിക അവകാശ, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, അണ്ടർലൈൻ ചെയ്ത് തന്നെ ഇടണം. വളരെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, അണ്ടർലൈൻ ചെയ്ത് തന്നെ ഇടണം. മൗലിക അവകാശ നിയമ ഭേദഗതിക്കെതിരെ പരമോന്നത കോടതിയിലെ ആദ്യ ഹർജിക്കാരൻ ആരാണ്? കേശവാനന്ദ ഭാരതിയാണ്. ഇത് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞതിന്റെ കാരണം നമ്മൾ വേറൊരു കേസ് പഠിക്കുമ്പോൾ അവിടെ ഇത് പരാമർശിക്കും. അപ്പൊ അത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. മൗലിക അവകാശ നിയമ ഭേദഗതിക്കെതിരെ പരമോന്നത കോടതിയിലെ ആദ്യ ഹർജിക്കാരൻ ആരാണ്? കേശവാനന്ദ ഭാരതി. രണ്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. കേശവാനന്ദ ഭാരതി ഏത് നിയമത്തിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്? 1971 കേരള ഭൂപരിഷ്കരണ നിയമത്തിനെതിരെ. മൗലിക അവകാശ നിയമ ഭേദഗതിക്കെതിരെ പരമോന്നത കോടതിയിലെ ആദ്യ ഹർജിക്കാരൻ ആരാണ്? കേശവാനന്ദ ഭാരതി. കാരണം നമുക്കറിയാം, സ്വത്തവകാശം മൗലിക അവകാശമായി മാറുന്നത്
മൗലിക അവകാശം അല്ലാതായി മാറുന്നത് എപ്പോഴാ? 1978 അല്ലെ? സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതായി മാറുന്നത് 1978 അപ്പൊ അതിനു മുന്നേ വരെ സ്വത്തവകാശം ഏതാണ്? മൗലിക അവകാശമായിരുന്നു അല്ലെ? അപ്പോ ഈ നിയമത്തിനെതിരെ, അതാണ് ആ നിയമം പാസ്സാക്കിയപ്പോഴത്തേക്കും ഈ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ചില കോൺഫ്ലിക്റ്റുകള്, ചില കോൺട്രവേഴ്സികൾ ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇത് മൗലിക അവകാശത്തിനെതിരെയുള്ള നിയമമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അപ്പൊ മൗലിക അവകാശ നിയമ ഭേദഗതിക്കെതിരെ പരമോന്നത കോടതിയിലെ ആദ്യ ഹർജിക്കാരനാരാ? കേശവാനന്ദ ഭാരതി. ഇന്ന് നോക്കൂ, 68 ദിവസം വാദം നീണ്ടുനിന്ന കേശവാനന്ദ ഭാരതി കേസാണ് സുപ്രീം കോടതിയിലെ ചരിത്രത്തിലെ ഏറ്റവും അധികം ദിവസം വാദം കേട്ട കേസ്. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം വാദം കേട്ട കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസാണ്. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം വാദം കേട്ട കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസാണ്. എത്ര ദിവസം? 68 ദിവസം വാദം കേട്ടു. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം വാദം കേട്ട കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസ്. എത്ര ദിവസം വാദം കേട്ടു? 68 ദിവസം വാദം കേട്ടു. അപ്പോ ഏത് നിയമത്തിനെതിരെ ഇദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചു? 1971 ഭൂപരിഷ്കരണ നിയമത്തിനെതിരെ, കേരള സർക്കാരിന്റെ ഭൂപരിഷ്കരണ നിയമത്തിനെതിരെ. വളരെ 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 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഏതാ? മൗലികാവകാശ നിയമ ഭേദഗതിക്കെതിരെ പരമോന്നത കോടതിയിലെ ആദ്യ ഹർജിക്കാരനാരാണ്? കേശവാനന്ദ ഭാരതി. മറക്കരുത്, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അത് അണ്ടർലൈൻ ചെയ്ത് തന്നെ ഇടണം. നോക്കൂ, പിന്നെന്താ? സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം വാദം കേട്ട കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസാണ്. 68 ദിവസം വാദം കേട്ടു. എന്നാൽ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം വാദം കേട്ട രണ്ടാമത്തെ കേസാണ് അയോധ്യ ആൻഡ് ബാബറി മസ്ജിദ് കേസ്. 40 ദിവസം വാദം കേട്ടു. ഏറ്റവും കൂടുതൽ ദിവസം വാദം കേട്ട കേസ് കേശവാനന്ദ ഭാരതി കേസ് 68 ദിവസം. രണ്ടാമതായി ഏറ്റവും കൂടുതൽ വാദം കേട്ട കേസ് 40 ദിവസം, ബാബറി മസ്ജിദ് ആൻഡ് അയോധ്യ കേസ്. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം വാദം കേട്ട കേസ് കേശവാനന്ദ ഭാരതി കേസാണ്, 68 ദിവസം. രണ്ടാം സ്ഥാനം അയോധ്യ ആൻഡ് ബാബറി മസ്ജിദ് കേസ്, 40 ദിവസം. നോക്കൂ, കേശവാനന്ദ കേസിൽ, ഭാരതി കേസിൽ വാദം നയിച്ചവരിൽ പ്രമുഖനായ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, നാനി പൽക്കിവാല. നാനാ ബോയി അർദേശി പൽക്കിവാല. നമ്മൾ നേരത്തെ പഠിച്ചു. ഏതാ നമ്മൾ നേരത്തെ പഠിച്ചേ? നോക്കൊരു സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് എഴുതാൻ അവസരം തരാം. ഒരു സ്ലൈഡിൽ പറഞ്ഞു, ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡെന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാ? എൻ.എ. ബൽക്കിവാല അല്ലേ? ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡെന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാ? എൻ.എ. ബൽക്കിവാല. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡെന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാ? എൻ.എ. ബൽക്കിവാല. ആ ബൽക്കിവാലയാണ് എന്താണ് കേശവാനന്ദ ഭാരതി കേസിൽ വാദം നയിച്ചവരിൽ പ്രമുഖനായ ഒരു അഡ്വക്കേറ്റ്. മനസ്സിലായോ? കേശവാനന്ദ ഭാരതി കേസിൽ വാദം നയിച്ചവരിൽ പ്രമുഖനായ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, നാനി പൽക്കിവാല. എന്താണ്? എൻ.എ. പൽക്കിവാല. ഇനി നോക്കൂ, ന്ന് വിശേഷിപ്പിച്ചത് പൽക്കിവാല ആയിരുന്നു. നോക്കൂ, സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായി 13 പേരടങ്ങുന്ന ഭരണഘടനാ ബെഞ്ച് വാദം കേട്ടത് ഈ കേസിലാണ് ആദ്യമായിട്ട്, അല്ലെ? സുപ്രീം കോടതി, നമ്മളിപ്പോ ശബരിമല കേസൊക്കെ നമ്മൾ റീസെന്റ് ആയിട്ടൊക്കെ കേൾക്കുന്നതാണ്, അല്ലെ? 5 അംഗ ബെഞ്ച്, 7 അംഗ ബെഞ്ച്, 5 അംഗ ബെഞ്ച് 9 അംഗ ബെഞ്ചിലേക്ക് വിട്ടു എന്നൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പൊ ഇവിടെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായി 13 അംഗ ബെഞ്ച്, 13 പേരടങ്ങുന്ന ഭരണഘടനാ ബെഞ്ച് വാദം കേട്ട കേസ് ഏതാ കേസ് ആദ്യമായിട്ട്?
കേശവാനന്ദ ഭാരതി കേസാണ്. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായി 13 പേരടങ്ങുന്ന ഭരണഘടനാ ബെഞ്ചാണ് ഈ കേസിൽ വാദം കേട്ടത്. ഓക്കെ, ഇനി നോക്കൂ, അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. ഞാൻ എല്ലാം ഒന്നുകൂടി പറയാം. സ്വത്തവകാശം മൗലിക അവകാശമാണോ എന്ന തർക്കം ഈ കേസിലെ പ്രധാന വിഷയമായിരുന്നു. മനസ്സിലായോ? സ്വത്തവകാശം മൗലിക അവകാശമാണോ എന്ന തർക്കം ഈ കേസിലെ പ്രധാന വിഷയമായിരുന്നു. സ്വത്തവകാശം മൗലിക അവകാശമാണോ എന്ന തർക്കം ഒരു പ്രധാന വിഷയമായി എടുത്ത കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസാണ്. അങ്ങനെ 1973 ഏപ്രിൽ 24 സുപ്രീം കോടതിയുടെ ചരിത്രവിധി ഉണ്ടായി. എന്താ ചരിത്രവിധി? പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയോ നിർദ്ദേശിക തത്വങ്ങളുടെ നടപ്പാക്കലിനോ രാഷ്ട്രത്തിന് സ്വത്തവകാശം എന്ന മൗലിക അവകാശത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താമെന്ന് കോടതി വിധിച്ചു. കണ്ടോ? അങ്ങനെയാണ് 78 എന്ത് ചെയ്ത് സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതായി മാറുന്നത്. പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയോ, നമ്മളിപ്പോ ഉദാഹരണത്തിന് നമ്മളെ റോഡൊക്കെ വെട്ടുമ്പോഴത്തേക്കും ഗെയിൽ പൈപ്പ് ലൈനിനൊക്കെ വേണ്ടി ആൾക്കാരുടെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തു. അത് എടുക്കാം, അങ്ങനെ എടുക്കാം നമുക്ക്. പക്ഷെ അവർക്ക് മതിയായ കോമ്പൻസേഷൻ കൊടുക്കണം. മനസ്സിലായോ? പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയോ നിർദ്ദേശിക തത്വങ്ങളുടെ നടപ്പാക്കലിനോ രാഷ്ട്രത്തിന് സ്വത്തവകാശം എന്ന മൗലിക അവകാശത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താമെന്ന് കോടതി വിധിച്ചു. മാത്രമല്ല, പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതി ചെയ്യുവാനുള്ള അധികാരത്തെ സംബന്ധിച്ച് പരിശോധനയ്ക്കായി ഈ കേസ് പരിണമിക്കുകയുണ്ടായി. അല്ലെ? നമ്മള് ഈ മറ്റേ കേസിൽ പറഞ്ഞല്ലോ, ബെർബാരി കേസിൽ ഭരണഘടനയുടെ എല്ലാ കാര്യങ്ങളെയും ഭേദഗതി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അഭിപ്രായം വന്നല്ലോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതി ചെയ്യുവാനുള്ള അധികാരത്തെ സംബന്ധിച്ച പരിശോധനയ്ക്കായി ഈ കേസ് പരിണമിക്കുകയുണ്ടായി. എന്താണ്? ഈ ഭരണഘടനയിലെ കാര്യങ്ങളെ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ് എന്ന് ഒരു ഇത് വരുന്നത് ഈ കേസുകളിലാണ്. നോക്കൂ, അടുത്ത സ്ലൈഡ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ പറഞ്ഞതിൽ ഈ കേശവാനന്ദ ഭാരതി കേസിൽ ആദ്യത്തെ സ്ലൈഡിന്റെ കാര്യം നമ്മൾ പ്രത്യേകത എടുത്തു പറഞ്ഞു. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഈ സ്ലൈഡിലുള്ളത്. ഇന്ത്യൻ പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതിയാവാം, പക്ഷേ അത് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റിമറിച്ചു കൊണ്ടാവരുത്. എഴുതുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതിയാവാം, പക്ഷേ അത് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റിമറിച്ചു കൊണ്ടാവരുത് എന്നുള്ള വിധി പ്രഖ്യാപനത്തിലേക്ക് സുപ്രീം കോടതി എത്തി എന്നതാണ് ഈ കേസിന്റെ സവിശേഷത. നിങ്ങൾ അങ്ങനെ എഴുതേണ്ട, ചുരുക്കി എഴുതിയാൽ മതി. ഇന്ത്യൻ പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതിയാവാം, പക്ഷേ അത് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റിമറിച്ചു കൊണ്ടാവരുത് എന്നുള്ള സുപ്രീം കോടതി വിധി ഏത് കേസുമായി ബന്ധപ്പെട്ടതാണ്? ഈ ക്വസ്റ്റ്യൻ നിരവധി തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഈ സാധനം നിരവധി തവണ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതിയാവാം, പക്ഷെ അത് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റിമറിച്ചു കൊണ്ടാവരുത്. വളരെ ഒരുപാട് പ്രാവശ്യം, നിരവധി തവണ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ നമുക്ക് ഭരണഘടനാ ഭേദഗതിയാവാം, പക്ഷെ ഭേദഗതികൾ അല്ലെ എന്താണ്? പാർലമെന്റ് ഹാസ് ദ റൈറ്റ് ടു അമെൻഡ് എനി സബ്ജക്ട് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ബട്ട് നോട്ട് അഫക്റ്റഡ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാ പറഞ്ഞേ. ഭരണഘടനാ ഭേദഗതിയാകാം, പക്ഷേ ആ ഭേദഗതി എന്ത് ചെയ്യാൻ പാടില്ല? നോട്ട് അഫക്റ്റഡ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. നോക്ക്, അടുത്ത പോയിന്റിലുണ്ട് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യം എന്ന വിശാലമായ തത്വം. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, നിരവധി തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എഴുതിയെടുക്കുക. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യം, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് കോടതി ഒരു പ്രയോഗം നടത്തിയത് ഏത് കേസിലാ? കേശവാനന്ദ ഭാരതി കേസിലാണ്.
എഴുതിയെടുക്കുക. ഈ തന്നിരിക്കുന്ന സ്ലൈഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതിയാവാം, പക്ഷേ അത് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റിമറിച്ചുകൊണ്ടാവരുത് എന്ന സുപ്രീം കോടതി വിധി ഏത് കേസിലാ? കേശവാനന്ദ ഭാരതി കേസിലാ. ബേസിക് സ്ട്രക്ചർ ഓഫ് ഡോക്ട്രിൻ, ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യം എന്ന് സുപ്രീം കോടതി പ്രയോഗിച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസിലാണ്. ഓക്കെ, നോക്കൂ, അടുത്ത് പറഞ്ഞത് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ ഏതാ? ഒന്ന് ഡെമോക്രസി, മറ്റൊന്ന് ഫെഡറൽ സ്വഭാവം. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായി ഈ സ്ലൈഡിലുള്ള മൂന്നെണ്ണം നിങ്ങൾ ഭംഗിയായിട്ട് എഴുതിയെടുക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. നോക്കൂ, ഈ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ ജനാധിപത്യം, ഫെഡറൽ സ്വഭാവം എന്നിവയിൽ മാറ്റം വരുത്താനുള്ള അധികാരം ആർക്കില്ല? പാർലമെന്റിനില്ല. നോക്കൂ, നമ്മളെ 2019 സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ബില്ലുമായി ബന്ധപ്പെട്ട് ശരിക്കും കോൺട്രവേഴ്സി ഉണ്ടായി. അപ്പൊ ഈ മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്ത ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. ആ കേസിൽ അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൊക്കെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള നിയമജ്ഞർ ചർച്ച ചെയ്ത കേസ് പത്രങ്ങളിലൊക്കെ വന്ന ഒരു സംഗതിയാണ് ഈ 3 സ്റ്റേറ്റ്മെന്റ്. കാരണം പിന്നെ പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് അത് ഭരണഘടനയുടെ ജനാധിപത്യ സ്വഭാവത്തെ ബാധിക്കും, ഫെഡറൽ സ്വഭാവത്തെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ കോൺട്രവേഴ്സി ഉണ്ടായി. നോക്കൂ, അതാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാം, പക്ഷെ ഭേദഗതികൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാന സ്വഭാവത്തെ ബാധിക്കരുത് എന്ന് പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസ്. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യം, ബേസിക് സ്ട്രക്ചർ ഓഫ് ഡോക്ട്രിൻ എന്ന് പ്രയോഗിച്ചതും കേശവാനന്ദ ഭാരതി കേസ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, അമെൻമെന്റ് എന്ന് പറയുന്നത്, ഭേദഗതികൾ എന്ത് ചെയ്യാൻ പാടില്ല? ഭരണഘടനയുടെ ജനാധിപത്യ സ്വഭാവത്തെയോ ഭരണഘടനയുടെ ഫെഡറൽ സ്വഭാവത്തെയോ ബാധിക്കരുത്. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ ജനാധിപത്യം, ഫെഡറൽ സ്വഭാവം തുടങ്ങിയവയിൽ മാറ്റം വരുത്താനുള്ള അധികാരം ആർക്കില്ല? പാർലമെന്റിന് ഇല്ല. ഈ സ്ലൈഡിലെ 3 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ 3 സ്റ്റേറ്റ്മെന്റിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നിരവധി തവണ മേളിൽ പറഞ്ഞ 2 കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മേളിൽ പറഞ്ഞ 2 കാര്യങ്ങൾ നിരവധി തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡിലേക്ക് നമ്മൾ പോവുകയാണ്. ശ്രദ്ധിക്കുക, കേശവാനന്ദ ഭാരതി കേസിൽ ചരിത്രം രേഖപ്പെടുത്തിയ ചൂടേറിയ വാദങ്ങളും അതിനോടനുബന്ധിച്ചുണ്ടായ സംഭവങ്ങളും പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമുണ്ട്. കേശവാനന്ദ ഭാരതിക്ക് ഇതൊന്നും വളരെയധികം റെയറായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കേശവാനന്ദ ഭാരതി കേസിൽ ചരിത്രം രേഖപ്പെടുത്തിയ ചൂടേറിയ വാദങ്ങളും അതിനോടനുബന്ധിച്ചുണ്ടായ സംഭവങ്ങളും പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകമാണ് ദ കേശവാനന്ദ ഭാരതി കേസ്, ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് സ്ട്രഗിൾ ഫോർ സുപ്രമസി ബൈ സുപ്രീം കോർട്ട് ആൻഡ് പാർലമെന്റ്. കേശവാനന്ദ ഭാരതി കേസിൽ ചരിത്രം രേഖപ്പെടുത്തിയ ചൂടേറിയ വാദങ്ങളും അതിനോടനുബന്ധിച്ച് ഉണ്ടായ സംഭവങ്ങളും പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ദ കേശവാനന്ദ ഭാരതി കേസ്, ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് സ്ട്രഗിൾ ഫോർ സുപ്രമസി ബൈ സുപ്രീം കോർട്ട് ആൻഡ് പാർലമെന്റ്. അത് എഴുതിയത് പ്രശസ്ത നിയമജ്ഞൻ TR ആന്ത്യാരുജിനയാണ്. TR ആന്ത്യാരുജിന. ഈ പുസ്തകം എഴുതിയത് പ്രശസ്ത നിയമജ്ഞൻ TR ആന്ത്യാരുജിനയാണ്. നോക്കൂ, സാധാരണ നമ്മൾ ആമുഖത്തിലെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഈ കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ അറിവല്ലേ നിങ്ങൾക്ക് ഇതിലൂടെ തന്നത്, അല്ലേ?
ആണോ അല്ലയോ? ആണോ അല്ലയോ? ഒരു പുതിയ അറിവല്ലേ? ആണെങ്കിൽ ഇങ്ങനെ കാണിക്കും, ആണെങ്കിൽ ഇങ്ങനെ കാണിക്കും. ആണോ അല്ലയോ? അല്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ വന്നപ്പോൾ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു, കേശവാനന്ദ ഭാരതി കേസ്. ഈ കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു പുതിയ അറിവാണിത്. പക്ഷെ ഒരു കാര്യം, ഇതിനകത്ത് ഞാൻ ഈ സ്ലൈഡിൽ പറഞ്ഞില്ലേ, ഈ സ്ലൈഡ് ഉണ്ടല്ലോ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഈ സ്ലൈഡ് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നേരത്തെ ആരോ എഴുതിക്കൊണ്ടിരിക്കുന്ന കണ്ടു. ഈ പുസ്തകം എഴുതിയത് TR ആന്ധ്യാരുചിനിയാണ് എഴുതിയത്. നമ്മൾ കേശവാനന്ദ ഭാരതി കേസ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973 എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങള്. അപ്പോ ഇന്ത്യ കണ്ട ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള കേസുകളിൽ ഒന്നാണ് കേശവാനന്ദ ഭാരതി കേസ്. ഇദ്ദേഹം ഏത് നിയമത്തിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്? 1971 ഏതാണ്? 1971 കേരള ഭൂപരിഷ്കരണ നിയമത്തിനെതിരെയാണ്. അപ്പോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, വരച്ചിടാൻ ഞാൻ പറഞ്ഞു. മൗലിക അവകാശ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ, ഞാൻ പറയണ കേൾക്കാമോ? മൗലിക അവകാശ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിലെ ആദ്യ ഹർജിക്കാരൻ കേശവാനന്ദ ഭാരതിയാണ്. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം വാദം കേട്ട കേസ് കേശവാനന്ദ ഭാരതി കേസാണ്. 68 ദിവസം. രണ്ടാം സ്ഥാനം ബാബറി മസ്ജിദ് ആൻഡ് അയോധ്യ കേസ് 40 ദിവസമാണ്. കേശവാനന്ദ ഭാരതി കേസിൽ എന്താണ് വാദിച്ച ഏറ്റവും പ്രമുഖനായ ഒരു അഡ്വക്കേറ്റ് ആണ് NA പൽക്കിവാല. അദ്ദേഹമാണ് നമ്മുടെ എന്താണ് ആമുഖത്ത്, ഇന്ത്യൻ ഭരണഘടന ആമുഖത്തെ എന്താണ് തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായി 13 പേരടങ്ങുന്ന ഭരണഘടനാ ബെഞ്ച് ആദ്യമായി വാദം കേട്ട കേസ് ഏതാണെന്ന് ചോദിച്ചാൽ കേശവാനന്ദ ഭാരതി കേസാണ്. ഈ കേസിലെ സുപ്രധാനമായ മറ്റൊരു പ്രത്യേകത, സ്വത്തവകാശം മൗലിക അവകാശമാണോ എന്ന തർക്കം ഈ കേസിലെ പ്രധാന വിഷയമായിരുന്നു. 1973 ഏപ്രിൽ 24 ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ചരിത്ര വിധി ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയോ നിർദ്ദേശിക തത്വങ്ങളുടെ നടപ്പിലാക്കലിനോ രാഷ്ട്രത്തിന് സ്വത്തവകാശം എന്ന മൗലിക അവകാശത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താമെന്ന് സുപ്രീം കോടതി വിധിച്ചു. പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരത്തെ സംബന്ധിച്ച പരിശോധനയുണ്ടായ കേസും ഏതാണ്? കേശവാനന്ദ ഭാരതി കേസാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു ഈ സ്ലൈഡ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു സ്ലൈഡാണിത്. ഇന്ത്യൻ പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതിയാകാം, പക്ഷെ ആ ഭേദഗതികൾ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റിമറിച്ചു കൊണ്ടാകരുത് എന്ന സുപ്രീം കോടതി വിധി കേശവാനന്ദ ഭാരതി കേസിലാണ്. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യം എന്ന വിശാലമായ തത്വം, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന സുപ്രീം കോടതി വിധിച്ചത് ഈ കേസിലായിരുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളാണ് ജനാധിപത്യവും ഫെഡറൽ സ്വഭാവവും. അതിൽ മാറ്റം വരുത്താനുള്ള അധികാരം എന്താണ് പാർലമെന്റിന് ഇല്ല എന്ന സുപ്രീം കോടതി വിധിയും കേശവാനന്ദ ഭാരതി കേസിലാണ്. കേശവാനന്ദ ഭാരതി കേസിൽ ചരിത്രം രേഖപ്പെടുത്തിയ ചൂടേറിയ വാദങ്ങളും അതിനോടനുബന്ധിച്ചുണ്ടായ സംഭവങ്ങളും പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ദ കേശവാനന്ദ ഭാരതി കേസ്, ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് സ്ട്രഗിൾ ഫോർ സുപ്രമസി ബൈ സുപ്രീം കോർട്ട് ആൻഡ് പാർലമെന്റ്. ഈ പുസ്തകം എഴുതിയത് TR ആന്ധ്യാരുചിനിയാണ്.